ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സ്കൂളി. 10ാം ക്ലാസ് ഫിസിക്സിലെ ചാപ്റ്റർ 2 ലെൻസുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത, നമ്മുടെ ഈ ഒരു 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഒരുപാട് പുതിയ പുതിയ വേർഡ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ടാകും. ഈ വേർഡ്സ് പഠിക്കാതെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒരു കാര്യങ്ങളും പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു വേർഡ്സ് ഏതൊക്കെയാണ്, ആ ഒരു ടേംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്കൂളിയുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സസിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്കൂളിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസ്. നമുക്ക് രണ്ട് ലെൻസുകളെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആദ്യത്തേത് കോൺവെക്സ് ലെൻസ്, രണ്ടാമത്തേത് കോൺകേവ് ലെൻസ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ടേംസ് റിലേറ്റഡ് ടു ലെൻസസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്കാണ് ടേംസ് റിലേറ്റഡ് ടു ലെൻസസ്, അല്ലെങ്കിൽ ലെൻസുമായി ബന്ധപ്പെട്ട പദങ്ങൾ. ആദ്യത്തെ പദമാണ് പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക് സെന്റർ. എന്താണ് ഒപ്റ്റിക് സെന്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മിഡ് പോയിന്റ് ഓഫ് എ ലെൻസ് ഈസ് ദി ഒപ്റ്റിക് സെന്റർ. ഒരു ലെൻസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ ഒരു കോൺവെക്സ് ലെൻസിനെയും കോൺകേവ് ലെൻസിനെയും കാണിച്ചു അല്ലേ. ഈ ലെൻസിനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ, ഇതിൻ്റെ കറക്റ്റ് ഈ ഒരു സെൻറ്റർ പോർഷൻ ഏതാണോ അതിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അതിൻ്റെ മിഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് സെന്റർ. അപ്പോൾ ഒരു ലെൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ലെൻസിൻ്റെ മിഡ് പോയിന്റിന് നമ്മൾ എന്ത് വിളിക്കും? ഒപ്റ്റിക് സെന്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം എന്ന് വിളിക്കുന്നു. രണ്ടാമത്തേത് സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രങ്ങൾ. സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രങ്ങൾ. ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് എ ലെൻസ് ഈസ് പാർട്ട് ഓഫ് എ സ്പിയർ. ഒരു ലെൻസ് എന്ന് പറയുന്നത് ഒരു സ്പിയറിന്റെ പാർട്ടായിട്ടാണ് ഒരു ലെൻസിന് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, രണ്ട് സ്പിയർ വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഒരു ലെൻസിനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കോൺകേവ് ലെൻസ് ആണെങ്കിലും കോൺവെക്സ് ലെൻസ് ആണെങ്കിലും രണ്ട് സ്പിയറിന്റെ നടുവിലേക്കാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലെൻസിന്റെ റിഫ്രാക്റ്റിംഗ് സർഫസിൽ നിന്ന് നമ്മൾ ഈ ഒരു സ്പിയറിന്റെ സെന്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു സ്പിയറിന്റെ ഈ ഒരു സെന്റർ, ഓക്കെ, നമ്മുടെ സ്പിയറിന്റെ സെന്റർ, ഈ ഒരു സ്പിയറിന്റെ സെന്റർ ആണ് ഏതെന്ന് പറയുന്നത്? സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത് ഒരു സ്പിയറിന്റെ അല്ലെങ്കിൽ ഒരു ഗോളത്തിന്റെ ഭാഗമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഗോളത്തിന്റെ കേന്ദ്രത്തിനെയാണ്, അല്ലെങ്കിൽ അതിന്റെ മിഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വക്രതാ കേന്ദ്രങ്ങൾ അഥവാ സെന്റർ ഓഫ് കർവേച്ചർ. മൂന്നാമത്തേതാണ് പ്രകാശിക അംശം അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. അതായത് ഒരു ലെൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ലെൻസിന് സെന്ററിലൂടെ നമ്മൾ ഒരു ഇമാജിനറി ആയിട്ട് ഒരു സാങ്കല്പിക രേഖ വരയ്ക്കുകയാണ്. ഒരു ഇമാജിനറി ആയിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ ഏതൊക്കെ പാസ് ചെയ്ത് പോകണം? നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് പോയിന്റുകൾ, ഒപ്റ്റിക് സെന്ററും സെന്റർ ഓഫ് കർവേച്ചറും, പ്രകാശിക കേന്ദ്രത്തിനെയും വക്രതാ കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന ഒരു ഇമാജിനറി ലൈൻ, ഒരു സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിക് ആക്സിസ് അല്ലെങ്കിൽ പ്രകാശിക അംശം എന്ന് പറയുന്നത്. നാലാമത്തേതാണ് അപ്പേർച്ചർ. ഓക്കെ, എന്താണ് അപ്പേർച്ചർ? ഏരിയ ഓഫ് ദി ലെൻസ് ത്രൂ വിച്ച് ലൈറ്റ് പാസസ് ഈസ് കോൾഡ് അപ്പേർച്ചർ. എവിടെ കൂടെയാണോ നമ്മുടെ ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ആ ഭാഗത്തിന്റെ പരപ്പളവാണ് എന്തെന്ന് പറയുന്നത്? അപ്പേർച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ക്യാമറയിലും മൈക്രോസ്കോപ്പിലും ഒക്കെ വിവിധ തരത്തിലുള്ള ലെൻസുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഈ ലെൻസിലൂടെ എത്രത്തോളം പ്രകാശം കടന്നു പോകുന്നു എന്ന് തീരുമാനിക്കുന്നത് എന്താണ്? ഇതിൻ്റെ അപ്പേർച്ചർ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പരപ്പളവാണ്. അതിൽ എത്രത്തോളം ഏരിയ ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അതിലൂടെ പ്രകാശം കടന്നു പോകുന്നത്. ആ ഒരു കടന്നു പോകുന്ന ആ ഒരു ഭാഗത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവിനെ വിളിക്കുന്ന പേരാണ് അപ്പേർച്ചർ, അല്ലെങ്കിൽ മലയാളത്തിലും അപ്പേർച്ചർ തന്നെയാണ് പറയുന്നത് കേട്ടോ. മലയാളത്തിലും ഇംഗ്ലീഷിലും അതിന് നമ്മൾ അപ്പേർച്ചർ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ മുഖ്യ ഫോക്കസ്. എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ മുഖ്യ ഫോക്കസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മളൊരു കോൺവെക്സ് ലെൻസിൽ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പം നമ്മളൊരു കോൺവെക്സ് ലെൻസ് ഇവിടെ വരച്ചിട്ടുണ്ട്, അതിൻ്റെ ഒപ്റ്റിക് സെന്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്? ഒപ്റ്റിക് ആക്സിസും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രകാശിക കേന്ദ്രം ഒപ്റ്റിക് സെന്ററും അതുപോലെ തന്നെ പ്രകാശിക അംശം ഒപ്റ്റിക് ആക്സിസും ഇവിടെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഒപ്റ്റിക് ആക്സിസ് അല്ലെങ്കിൽ പ്രകാശിക അംശത്തിന്
പാരലൽ ആയിട്ട് സമാന്തരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ലൈൻസ് വരയ്ക്കുന്നു. ഓക്കെ, പ്രകാശ അംശത്തിന് സമീപത്തു കൂടി സമാന്തരമായിട്ട് പോകുന്ന, പാരലൽ ആയിട്ട് പോകുന്ന കുറച്ച് ലൈറ്റ് റേസിനെ നമ്മൾ വരയ്ക്കുന്നു. ഈ ലൈറ്റ് റേസ് എന്ത് ചെയ്യും, ഈ ലൈറ്റ് റേസ് എന്ന് പറയുന്നത് നമ്മുടെ ലെൻസിന്റെ മറുവശത്തേക്ക് കടന്നു പോയിട്ട് ഒരു പോയിന്റിൽ ചെന്ന് കൂടിച്ചേരുന്നതായിട്ട്, സംരചിക്കുന്നതായിട്ട്, കൺവേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കൺവേർജ് ചെയ്യുന്ന അല്ലെങ്കിൽ സംരചിക്കുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന, ആ ബിന്ദുവിനെ, ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ മുഖ്യ ഫോക്കസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു ലെൻസ് എടുക്കുന്നു, ആ ലെൻസിന്റെ ഒപ്റ്റിക് ആക്സിസ് അല്ലെങ്കിൽ പ്രകാശിക അംശത്തിന് പാരലൽ ആയിട്ട്, സമാന്തരമായിട്ട് ഒരു പ്രകാശിക ലൈറ്റ് റേ പോകുന്നു. ഓക്കെ, ഈ ലൈറ്റ് റേസ്, പ്രകാശരശ്മികൾ എന്ത് ചെയ്യുന്നു, ഒരു ഭാഗത്ത് പോയിട്ട് കൂടിച്ചേരുന്നു, സംരചിക്കുന്നു, കൺവേർജ് ചെയ്യുന്നു. അങ്ങനെ കൺവേർജ് ചെയ്യുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസ്. ഓക്കെ, അടുത്ത് വരുന്നതാണ് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം. എന്താണ് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആണ്. പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ മുഖ്യ ഫോക്കസിൽ നിന്ന് ഒപ്റ്റിക് സെന്ററിലേക്കുള്ള ഈ അകലത്തിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം. ഓക്കെ, നമ്മുടെ ലെൻസിന്റെ സെന്റർ പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞ ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞ അല്ലെ, പ്രകാശിക കേന്ദ്രം എന്ന് പറഞ്ഞു. ഈ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക്, മുഖ്യ ഫോക്കസിലേക്കുള്ള അകലത്തിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം. അടുത്ത് വരുന്ന പോയിന്റ് ആണ് പ്രിൻസിപ്പൽ ഫോക്കസ് തന്നെയാണ്. പക്ഷെ ഇത് ആരുടെ പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്? കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. ഈ കോൺകേവ് ലെൻസിലും കോൺവെക്സ് ലെൻസിലും പ്രിൻസിപ്പൽ ഫോക്കസിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ബേസിക് സെയിം തന്നെയാണ്. ഒപ്റ്റിക് ആക്സിസിന്റെ പ്രകാശിക അംശമുണ്ട്, അതിന് സമാന്തരമായിട്ട് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. എന്ത് ലൈൻ? ലൈറ്റ് റേസ് ആണ് അല്ലെ, പ്രകാശിക രശ്മികൾ വരയ്ക്കുകയാണ്, പ്രകാശരശ്മികൾ. ഈ പ്രകാശരശ്മികൾ എന്ത് ചെയ്യുന്നു? കോൺവെക്സ് ലെൻസിലാണെങ്കിൽ അത് ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് കൺവേർജ് ചെയ്യും, സംരചിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ കോൺകേവ് ലെൻസിൽ അത് സംരചിക്കുക അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പകരം ഈ ലൈൻസ് ഈ ഒരു ലെൻസിൽ നിന്ന് വളരെ അകലത്തേക്ക് പോകുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അകന്നകന്ന് പോവുക അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അകന്ന് പോകുന്നതായിട്ട് അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ ഡൈവേർജ് ചെയ്ത് പോകുന്ന ഈ ലൈൻസിനെ നമ്മൾ പിന്നിലേക്ക് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ, ഓരോ ലൈൻസിനെയും പിന്നിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റ് കിട്ടും. ആ പോയിന്റിനെ നമുക്ക് വിളിക്കാം പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസ്. ഓക്കെ, അപ്പൊ കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഡൈവേർജ് ചെയ്ത് പോകുന്ന ലൈറ്റ് റേസിനെ, ഈ അകന്ന് പോകുന്ന ലൈറ്റ് റേസിനെ ഒന്ന് പുറകിലേക്ക് പിടിച്ച് വലിച്ചാൽ നമുക്കിതെല്ലാം കൂടെ ഒരു പോയിന്റിൽ എത്തുന്നതായിട്ട് കാണാൻ പറ്റും. ആ പോയിന്റിനെ നമ്മൾ വിളിക്കാം പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസ്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരിക്കും റിയൽ ഇമേജസും ഇമാജിനറി ഇമേജസും. ഓക്കെ, എന്താണ് റിയൽ ഇമേജസും വിർച്വൽ ഇമേജസും? റിയൽ ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബങ്ങൾ. നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ഒരു സ്ക്രീനിൽ അതിൻ്റെ ഇമേജിനെ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ഇമേജ് സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ യഥാർത്ഥ പ്രതിബിംബങ്ങൾ അഥവാ റിയൽ ഇമേജസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, റിയൽ ഇമേജസ് അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബങ്ങൾ. ഇത്രയും വേർഡ്സ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഒരു കോൺകേവ് ലെൻസിൽ അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലെ പ്രകാശരശ്മികൾ എങ്ങനെയാണ് കടന്നു പോകുന്നത്, ഒരു പോയിന്റിൽ ഇരിക്കുന്ന ഇമേജിന്റെ ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് എവിടെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ വീഡിയോ ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിലുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്